ഇന്നത്തെ ചിന്തയ്ക്ക് സങ്കീർത്തനം 42:5. എൻ്റെ ആത്മാവേ, നീ വിഷാദിക്കുന്നതെന്ത്? നീ ഉള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ വചനം നമ്മളോട് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. ചില സമയങ്ങളിൽ പുറത്തുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സാണ് നമ്മളെ തളർത്തുന്നത്. വിഷമങ്ങളും നിരാശകളും ഭയങ്ങളും വരുമ്പോൾ നമ്മുടെ ആത്മാവിനോട് തന്നെ ചോദിക്കണം, എന്തിനാണ് നീ ഇത്രയും വിഷമിക്കുന്നത്? എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. പക്ഷേ ആ സാഹചര്യങ്ങളെ നേരിടാനുള്ള പ്രത്യാശ നമുക്ക് കൈവിടേണ്ടതില്ല. ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ കണ്ണുനീരിന് പകരം നാളെ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വിഷമിക്കുന്ന എൻ്റെ ആത്മാവെ, തളരരുത്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്നെ കൈവിടുകയില്ല. ഈ ഒരു വചനമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ എനിക്ക് തുണയായി നിന്നൊരു വചനമാണ്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വചനം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഈ സങ്കീർത്തനം ഞാൻ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളിൽ, ഇൻ്റർവ്യൂകളിൽ, പരീക്ഷയുടെ സമയങ്ങളിൽ, പിന്നെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ എൻ്റെ എല്ലാ വിവിധ പ്രശ്നങ്ങളുടെ യാത്രകളിൽ ഞാൻ ഈ ഒരു വചനം ഉരുവിടാറുണ്ടായിരുന്നു. ഇന്ന് ഈ വചനം നിങ്ങളെ ആത്മീകമായും ശാരീരികമായും നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും ഈ ഒരു വചനം നിങ്ങളെ തീർച്ചയായും ബലപ്പെടുത്തും. ഈ വചനത്തെ നമ്മൾ സ്വീകരിക്കുക. ഒരു തമാശയായിട്ട് ഒന്നും ഇത് എടുക്കരുത്. ദൈവവചനം ഭയങ്കര നമ്മുടെ ഹൃദയത്തിന് ആത്മാവിനും ഒരു സ്വാതന്ത്ര്യം തരുന്ന വചനങ്ങളാണ്. ഇത് മാത്രമല്ല, എല്ലാ വചനങ്ങളും നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ തരും. ഏറെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ടച്ച് ചെയ്തൊരു വചനമാണ്. എനിക്ക് ആരും പറഞ്ഞു തന്നതല്ല. പക്ഷേ ഞാൻ ഈ ഒരു വരി എൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ, പ്രയാസങ്ങളിൽ, കണ്ണുനീരിൻ്റെ അവസ്ഥകളിൽ, പ്രതിസന്ധിയിൽ, ഒരുപാട് തടസ്സങ്ങളൊക്കെ പല ജീവിതത്തിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു വചനം പ്രത്യാശയോടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെന്നെ വഴി നടത്തിയിട്ടുമുണ്ട്. നിങ്ങൾ ഇത് മുന്നോട്ട് ഈ വചനം നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയമായും ഭൗതികമായും എല്ലാ രീതിയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നന്ദി.